ചിരഞ്ജീവി. അദ്ദേഹത്തെ അറിയാത്തവർ വളരെ കുറവായിരിക്കും. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരു തെലുങ്ക് ആക്ടറാണ്. സൂപ്പർ സ്റ്റാർ, മെഗാസ്റ്റാർ എന്നൊക്കെ പറയാം ഈ ചിരഞ്ജീവിയെ പറ്റി. അദ്ദേഹം ഒരു ഇവന്റിൽ സംസാരിച്ച ഒരു കാര്യം അതിപ്പോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ചിരഞ്ജീവി ബ്രഹ്മാനന്ദം എന്ന സിനിമയുടെ പ്രീ റിലീസ് ഇവന്റിൽ സംസാരിച്ച ഒരു കാര്യം അതിപ്പോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നല്ലേ ആ കാര്യം? പേരക്കുട്ടികളിൽ എല്ലാവരും പെൺകുട്ടികളായി പോയെന്ന് വളരെ വിഷമത്തോടെയാണ് അദ്ദേഹം ആ ഇവന്റിൽ സംസാരിച്ചത്. വീട് ലേഡീസ് ഹോസ്റ്റൽ പോലെയാണെന്നും തന്റെ പാരമ്പര്യം കാത്തുകൊണ്ടുപോകാൻ ഒരു ചെറുമകൻ പോലും ഇല്ലെന്നുമാണ് ചിരഞ്ജീവി ഇവന്റിൽ പറഞ്ഞത്. തമാശ രൂപേണയാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞതെങ്കിലും പക്ഷെ അതിപ്പോ വൻ വിവാദം, വലിയൊരു വിവാദമൊന്നുമല്ല, എന്നാലും ഒരു കൂട്ടം വിഭാഗക്കാരൊക്കെ അദ്ദേഹത്തിന്റെ തമാശയെ എതിർത്ത് സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പെൺകുട്ടികളെ കുറിച്ചാണല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വലിയൊരു വിമർശനത്തിന് തന്നെയാണ് ഈ കാര്യം വഴിയൊരുക്കി വിട്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: താൻ വീട്ടിലിരിക്കുമ്പോൾ തനിക്കു ചുറ്റും തന്റെ കൊച്ചുമക്കൾ ഓടി കളിക്കുമെന്നും അപ്പൊ താനൊരു ഹോസ്റ്റൽ വാർഡനായി തോന്നുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വെറും വാർഡനല്ല, ലേഡീസ് ഹോസ്റ്റലിലെ വാർഡനായി തോന്നുമെന്നാണ് പറഞ്ഞത്. തനിക്കു ചുറ്റും ലേഡീസ് മാത്രം. അദ്ദേഹം എപ്പോഴും രാംചരണിനോട് പറയുന്ന കാര്യമാണ് ഞങ്ങളുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ഒരു ആൺകുട്ടിയെങ്കിലും വേണം. അദ്ദേഹത്തിന്റെ ഒരു വിഷമം കൊണ്ടാണ് ഇക്കാര്യം പറഞ്ഞത്. പക്ഷെ എന്നാലും ഇതൊരു പൊതുവേദിയിൽ വെച്ച് പറഞ്ഞപ്പോഴത്തേക്കും അതൊരു വലിയൊരു വിമർശനത്തിനാണ് വഴിയൊരുക്കി വിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ എല്ലാവർക്കും, കാരണം ഇദ്ദേഹത്തിന് രാംചരണിനെ കൂടാതെ ഒരു 2 പെൺമക്കളും കൂടിയുണ്ട്. ആ 2 പെൺമക്കൾക്കും ഉണ്ടായിരിക്കുന്നത് പെൺകുട്ടികൾ തന്നെയാണ്. രാംചരണിന്റെ മൂത്ത കുട്ടിയും പെൺകുട്ടിയാണ്. അപ്പൊ അദ്ദേഹത്തിന് എല്ലാവരും പെൺകുട്ടിയായപ്പോ ഒരു ആൺകുട്ടിയെ കാണാനുള്ള ആഗ്രഹം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ അതൊരു പൊതുവേദിയിലായപ്പോൾ അതൊരു കൂട്ടം വിമർശനത്തിന് വഴിയൊരുക്കി വിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ പോലെ ഒരു സെലിബ്രിറ്റി ഈ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഇതൊരു വിമർശനമായി മാറിയിരിക്കുന്നത്. ഇദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുണ്ട്, പ്രതികൂലിക്കുന്നവരുണ്ട്. ഇദ്ദേഹത്തെ പ്രതികൂലിക്കുന്നവരാണ് ഇങ്ങനെ പറഞ്ഞത്, ഇദ്ദേഹത്തെ പോലുള്ള ഒരു സെലിബ്രിറ്റി ഇക്കാര്യം പൊതുവേദിയിൽ പറയുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന്. പക്ഷെ അനുകൂലിക്കുന്നവരുണ്ട് അദ്ദേഹത്തെ. കാരണം വീട്ടിൽ നിറയെ പെൺകുട്ടികളാകുമ്പോൾ അദ്ദേഹത്തിന് ഒരു ആൺകുട്ടിയെ കാണണം എന്നുള്ളൊരു മോഹം, അതുകൊണ്ടാണ് അദ്ദേഹം ചിലപ്പോൾ അങ്ങനെ പറഞ്ഞതെന്നാണ് ഒരു കൂട്ടം വിഭാഗം പറയുന്നത്. എന്ത് തന്നെ ആയാലും നല്ലൊരു ആരോഗ്യമുള്ള കുട്ടി വേണം എല്ലാവർക്കും ജനിക്കാൻ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതാണായാലും പെണ്ണായാലും ശരി, ദൈവം എല്ലാവർക്കും ഒരു ആരോഗ്യമുള്ള ഒരു കുട്ടിയെ തന്നെ തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ നിർത്തുന്നു. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.